നമസ്കാരം. തട്ടകം ഡബ്മാഷ് ഗ്രൂപ്പിന്റെ ഡബ്മാഷ് കോമ്പറ്റീഷൻ ഞാൻ കണ്ടു. വളരെ നല്ലൊരു കോമ്പറ്റീഷനാണ് കണ്ടത്. ഈ ഡബ്മാഷിൽ ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് അനസ് വെഞ്ഞാറമൂട്. അനസ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തു. അനസിന്റെ എക്സ്പ്രഷനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അനസ് അത്യാവശ്യം ലുക്കിലൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു. നല്ല ഫീലിംഗ്സ് ആയിരുന്നു. അനസാണ് ഒന്നാം സ്ഥാനം. അനസിന് എന്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഇനി പ്രതികൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടനെന്താ പരിഹസിക്കണം? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമെന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനി ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ? ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ? അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും അങ്ങനെയാണ്. നിങ്ങളെ പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്. അത് നടത്തി കൊടുക്കണം. ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം. അമ്മ എന്ത് പറഞ്ഞു? നടക്കട്ടെ. എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അത് തന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല. എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെയിലല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ മകൻ മിടുക്കനായി വളരും. നിന്നിലൂടെ ഞാൻ പുതിയത് പലതും പഠിക്കാൻ തുടങ്ങിയാണ്. വയ്ക്കുള്ളൂ. എല്ലാ അമ്മമാരും ആനിയെ പോലാണോ? അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ചല്ലേ ഓർത്തത്. ഞാനും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നേർന്നേറി കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം.